ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ പുതിയ പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങി പോകണ്ടോ, ബബ്ബ ബബ്ബ എന്ന മൂവിയുടെ ട്രെയിലർ ഇറങ്ങി നോക്കുവാണ്. അപ്പോൾ 8 മണിക്കാണ് ആക്ച്വലി ഇറങ്ങിയത് ട്രെയിലർ. പക്ഷെ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ആലോചിച്ചു ഫ്രീ ആവട്ടെ, സ്വസ്ഥമായിട്ട് ഇരുന്ന് ലൈവായിട്ട് കണ്ട് ലൈവായിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു കംബാക്ക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ലെറ്റ്സ് സീ. പഴയ ടേപ്പ് റെക്കോർഡറൊക്കെ ഗോകുലം ഗോപാൽ ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ഇവിടെ മോനെ സ്റ്റൈൽ കണ്ടോ, കോസ്റ്റ്യൂമൊക്കെ ഉണ്ടോ, ഒരു നോബിച്ചാണ്ടൊക്കെ ഉണ്ടല്ലോ. കാസ്റ്റിംഗ് ആരൊക്കെ ഒരു ഐഡിയ ഇല്ലട്ടാ. ക്യാമിയോ നമുക്ക് ഓൾറെഡി അറിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴേ കിങ്സ്ലി അല്ലടാ ഇവിടെ മോനെ, കാർ ഏതാണെന്നറിയോ? ദൈവമേ, മുകുന്ദനുണ്ണി അതേ പൊട്ടിക്കല് തന്നെ. ഇവിടെ ദേവിച്ച് ഇതായിരിക്കണം മോനെ. ഇതൊരു അന്യായ കാസ്റ്റിംഗ് കണ്ടാ കൊണ്ടെന്ന് വെച്ചേക്കണത്. കുറെ റെഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബാലു വർഗീസ് വളരെ അറിഞ്ഞായിരുന്നു. ഡയലോഗൊക്കെ സീനാണ് മോനെ. ക്യാൻ കം ബാക്ക്. ജനപ്രിയ നായകൻ രക്ഷയില്ലട്ടാ മോനെ. ഓ, മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ്. ലാലേട്ടൻ ഇതിലുണ്ട്, നമുക്ക് ഓൾറെഡി അറിയാം. എടാ മോനെ, സ്റ്റൈൽ നോക്കിയടാ, ഒരു ഡാൻസ്. ഇത് റിയൽ ഓജി മോഹൻലാൽ. എടാ മോനെ, ഓ ദിലീപ് ഏട്ടനും ലാലേട്ടനും ഇത് തകർക്കോട്ടാ. എടാ മോനെ സീൻ. ഓഫ്, ഒരു രക്ഷയില്ല. മതിയായില്ലോട്ടാ, മതിയായില്ല. ഗില്ലിയിലെ റെഫറൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി അറിഞ്ഞായിരുന്നു. ഇതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് സീൻസ് ഒക്കെ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തായിരുന്നു അതിനകത്ത്. എടാ മോനെ, ഇത് ഒരുമാതിരി കിണ്ണം കാച്ചി ട്രെയിലർ, ഒരു രക്ഷയില്ല. കിടുക്കാച്ചി സാധനം. ക്യാമിയോ ദിലീപ് ഏട്ടൻ ലാലേട്ടൻ ഇത് പൊളിച്ചടുക്കുമെന്നാണ് എനിക്ക് തോന്നണത്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടോ ട്രെയിലറൊക്കെ കണ്ടിട്ട്. കാരണം ഒരു കളർ ടോൺ, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മൊത്തത്തിലുള്ളൊരു വൈബൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എന്തായാലും കണ്ടിട്ട് പറയാൻ ബാക്കി. എന്തായാലും ഇപ്പോഴത്തെ ഒരു വൈബ് കണ്ടിട്ട് മൊത്തം അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം പുതിയ കാസ്റ്റിങ്, കുറേ മൂവി റെഫറൻസും എല്ലാം കൂടി തകർക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ടീസർ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ലെവലിലോട്ട് തോന്നിയില്ല പടം. കാരണം എനിക്കൊരു ആവറേജ് പോലെ തോന്നി ടീസർ കണ്ടപ്പോൾ. കൊള്ളാം, അത്യാവശ്യം അടിപൊളിയായിരുന്നു. എന്നാലും ആ ഒരു ലെവലിലോട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ട്രെയിലറും കൂടി ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത് പൊളിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ. സോ ജസ്റ്റ് എന്താ പറയുക, ഇപ്പോൾ ഓൾറെഡി ദിലീപിൻ്റെ കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിരിക്കുക. ദിലീപ് ഓൾറെഡി കുറ്റവിമുക്തനായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതൊക്കെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പടം മാത്രം നോക്കുക, പടത്തിൻ്റെ വൈബ് നോക്കുക. ലാലേട്ടൻ ദിലീപ് ഏട്ടൻ ഒരു രക്ഷയില്ല മോനെ. ജസ്റ്റ് വെയിറ്റ്, എന്താ പറയുക, ജസ്റ്റ് വെയിറ്റ് ഫോർ ഹിസ് ഗ്രാൻഡ് കം ബാക്ക്, അങ്ങനെയാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ December 18 പടം റിലീസാവും. അപ്പോൾ തന്നെ പോയി കാണുക. ഓക്കെ, ബൈ ഗൈസ്.